ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ പിന്നീട് ദുഷ്ടരാജാക്കന്മാരായി ഭൂമിയിൽ പിറന്നു. അവരിൽ ഒരാളായിരുന്നു കംസൻ. ദുഷ്ടരാജാക്കന്മാരുടെ ഭാരം മൂലം ഭൂമിദേവി വലഞ്ഞു. അവൾ ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് ഭൂമിദേവിയെയും ശിവനെയും കൂട്ടി വിഷ്ണുവിൻ്റെ അടുക്കലെത്തി. അപ്പോൾ വിഷ്ണു താൻ ശ്രീകൃഷ്ണനായി അവതരിച്ച് ദുഷ്ടരാജാക്കളെ നിഗ്രഹിക്കാമെന്ന് പറഞ്ഞ് ഭൂമിദേവിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ വാസുദേവപുത്രനായി ദേവകിയിൽ നിന്ന് ശ്രീകൃഷ്ണൻ ജനിച്ചു. ദേവകിയെ അപ്പോൾ കാരാഗൃഹത്തിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു കംസൻ. അവളുടെ ഗർഭത്തിൽ നിന്ന് പിറക്കുന്ന കുട്ടിയെ ഉടനെ കൊല്ലാനായിരുന്നു അയാളുടെ പദ്ധതി. പക്ഷേ വസുദേവർ കുഞ്ഞിനെയും എടുത്ത് നന്ദഗോപരുടെ ഭാര്യയായ യശോദയുടെ അരികിൽ കൊണ്ടുപോയി കിടത്തി. യശോദയ്ക്ക് ജനിച്ച പെൺകുഞ്ഞിനെ ദേവകിയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. അങ്ങനെ ശ്രീകൃഷ്ണൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വസുദേവരും ദേവകിയും കരുതി. പക്ഷെ നന്ദഗോപരുടെ കാവൽക്കാർ കാര്യം മനസ്സിലാക്കി. അവർ കംസനെ വിവരം അറിയിച്ചു. കംസൻ ഉടനെ നേരിട്ട് ഓടിയെത്തി ശ്രീകൃഷ്ണനെ കൊന്നുകളയാനുള്ള ശ്രമം നടത്തി. പക്ഷേ കൃഷ്ണൻ അത്ഭുതകരമായി അവിടെ നിന്ന് അപ്രത്യക്ഷനായി. കംസന് പിന്നെ ഉറക്കമില്ലാതെയായി. തന്നെ കൊല്ലാനുള്ളവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ശിശുവിനെ തേടിപ്പിടിച്ചു കൊല്ലാൻ കംസൻ നാനാ ദിക്കിലേക്കും ആളുകളെ അയച്ചു. അക്കൂട്ടത്തിൽ പൂതന എന്നൊരു അസുര സ്ത്രീയും ഉണ്ടായിരുന്നു. പൂതന ഒരു ഗോപസ്ത്രീയുടെ വേഷത്തിൽ ശ്രീകൃഷ്ണന്റെ വസതിയിലെത്തി. അവൾ അവനെ എടുത്ത് മടിയിൽ കിടത്തി ലാളിച്ചു. മാരടത്തിൽ വിഷവുമായിട്ടായിരുന്നു അവൾ വന്നത്. അവൾ തൻ്റെ സ്തനങ്ങൾ ഉണ്ണിയായ കൃഷ്ണന്റെ വായിൽ എടുത്തു വെച്ച് പാൽ കുടിപ്പിച്ചു. ആ വിഷപ്പാൽ കുടിച്ച് കുട്ടി മരിക്കുമെന്നാണ് അവൾ കരുതിയത്. പക്ഷെ എന്തുണ്ടായെന്നോ? കൃഷ്ണൻ മുലപ്പാലിനോടൊപ്പം പൂതനയുടെ പ്രാണനെയും അവളിൽ നിന്ന് വലിച്ചെടുത്തു. അങ്ങനെ ഉണ്ണിക്കണ്ണനെ കൊല്ലാനെത്തിയ പൂതനയ്ക്ക് തൻ്റെ ജീവൻ തന്നെ നഷ്ടമായി.